വാർത്തകൾ തുടർന്നു. അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഇനിയുമുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും പരിശോധനയ്ക്കും തീരുമാനമായെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇപ്പോഴും ഭീഷണി അവസാനിച്ചിട്ടില്ല. അപകട ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മഴയില്ലാത്ത ദിവസമാണ് ഇത്രയും വലിയ അത്യാഹിതം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള KCB ക്വാർട്ടേഴ്സുകൾ തയ്യാറാക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഇനി അതുകൊണ്ട് മാത്രം നിൽക്കുമോ, ഇനി അതിനപ്പുറത്ത് ആവശ്യമായിട്ടുണ്ടോ, വീടുകൾ വാടകയ്ക്ക് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ബാക്കി ഭാഗത്ത് ഉണ്ടായിട്ടുള്ള നിർമ്മാണങ്ങൾ അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന ഭൂമി വിണ്ട് കയറിയത് കണ്ടെത്തിയതാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബാക്കി ഭാഗങ്ങളിലും അതുപോലെയുള്ള വിണ്ടുകീറലുകൾ ഉണ്ടായിട്ടുണ്ടോ, അപകടകരമാകുന്ന അവസ്ഥയിൽ സ്ഥിതിഗതികൾ ഉണ്ടോ എന്നുള്ളത് സ്ഥല പരിശോധനയിലൂടെ തീരുമാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ട് അതിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടാവുന്നതാണ്. അത് തുടർന്നുള്ള നടപടികളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ബോധ്യപ്പെടാം.